വളരെ ആവശ്യമായ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കയറുന്നത്. കാരണം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ പ്രതിരോധ ശേഷിയും ആരോഗ്യവും പ്രതിരോധ ശേഷിയെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു പ്രോഗ്രാം മാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആരോഗ്യ മേഖലയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഗവൺമെന്റിന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരിട്ടി സ്വദേശിയായ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശിയായ മിസ്റ്റർ ജയദേവൻ AK. ജയദേവനാണ് ഈ ആരോഗ്യരംഗത്തെ ഈ ഒരു വെബിനാറിന്റെ ചുക്കാൻ പിടിക്കുന്നത്. സോ ഓവർ ടു യു സർ. ജയദേവൻ, ഓവർ ടു യു. മ്യൂട്ടാണ്. ജയദേവൻ മ്യൂട്ടാണല്ലോ സർ. ഓക്കെ, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. യെസ് യെസ്. ഓക്കെ, താങ്ക് യു ദിനേശ് ചേട്ടൻ ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ. അപ്പൊ ഞാൻ ആരോഗ്യ വകുപ്പില് ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത്. കോവിഡ് സെക്കൻഡ് വേവ് വളരെ സ്ട്രോങ് ആയിട്ട് കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര വലിയ കൊടുങ്കാറ്റിനെയും നമുക്ക് നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിൽ, അതൊരു കെട്ടിടങ്ങൾ അങ്ങനെയാണല്ലോ, നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിൽ നമുക്ക് കെട്ടിടങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും. നമ്മുടെ ഫൗണ്ടേഷൻ ആരോഗ്യം വളരെ സ്ട്രോങ് ആണെങ്കിൽ എത്ര വലിയ കൊടുങ്കാട്ടായാലും, അത് കൊറോണ ആയാലും, നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ സെഷന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ പ്രകൃതിയുടെ ഒരു നിയമങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പൊ നമുക്ക് അവിടെ ഈ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഇരകൾ വേട്ടക്കാരൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം ആ ഒരു ബാലൻസ് നമ്മൾ എപ്പോഴും നിലനിർത്തുന്നതാണ്. പക്ഷെ ഈ ബാലൻസിന് എപ്പോഴും അട്ടിമറിക്കുന്ന ഒരു ജീവിയാണ് ഈ മനുഷ്യൻ. അപ്പൊ ഇത് എത്രത്തോളം ഈ പ്രകൃതിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഇതുപോലുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനെ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, നമ്മൾ അതിനെ എങ്ങനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അതിനനുസരിച്ച് വേണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഉണ്ടാവാൻ പോകുന്നത്. പറയാം, നമുക്ക് ഒരുപാട് നമ്മളെല്ലാം പിടിച്ചു കിട്ടിയിരിക്കുന്ന മനുഷ്യൻ, അതായത് ആനയെ പോലും, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പം ചൊവ്വയില് വരെ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ നമ്മൾ വികസിപ്പെടുത്തെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ചെറിയ സൂക്ഷ്മജീവികളെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം ഒരുപാട്, അതായത് സാർസ്, ഇബോള, ആന്ത്രസ്, H1N1, എയ്ഡ്സ്, HIV ഇങ്ങനെയുള്ള വൈറസുകളൊക്കെ നമ്മൾ ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇതിലൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും മോചനം നേടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ മനുഷ്യന്റെ ഈ ആരോഗ്യകരമായ ചുറ്റുപാടിനെ അപേക്ഷിച്ചിട്ടാണ് ഈ സൂക്ഷ്മജീവികളൊക്കെ ഇപ്പോ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുമാത്രം സ്ട്രോങ് ആവുന്നു അത്രയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രതിരോധം തന്നെയാണ് ഇതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ആ കാര്യത്തിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ ആരോഗ്യം, അതുപോലെ തന്നെ ഫിസിക്കലി എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ഭക്ഷണശീലം, അത് ആണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. അത് നമ്മൾ എങ്ങനെ നമ്മുടെ ഭക്ഷണശൈലി നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ സാഹചര്യത്തിൽ. അതായത് നമ്മുടെ പ്രതിരോധ ശേഷി നമുക്ക് എത്രമാത്രം ഉണ്ട്, നാളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പൊ ഞാൻ എന്തായാലും കൂടുതൽ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ അപ്പൊ ഈ ഒരു വിഷയത്തിനെ പറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് ഏതായാലും ഞാനല്ല, ഇത് ഈ ഫീൽഡില് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മോഡേൺ മെഡിസിനിൽ ഡോക്ടറാണ്. സാധാരണ ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ അല്ല, നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഉള്ള ഡോക്ടറാണ്. MBBS കഴിഞ്ഞ് അദ്ദേഹം പീഡിയാട്രിഷ്യൻ കൂടിയാണ്. കൂടാതെ 10-15 വർഷത്തിന് മേലെയായി വെൽനസ് മേഖലയിൽ ഒരുപാട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം ഹെൽത്തിനെ അത്രയും കോൺഷ്യസ് ആയിട്ട് നോക്കുന്ന ആളാണ്. കൂടാതെ ദീർഘദൂര മാരത്തോണുകളിൽ വരെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പെരുമ്പാവൂരുകാരനാണ്. നമുക്കെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഡോക്ടർ ബാലഗോപാല്. അദ്ദേഹം ഈ പെരുമ്പാവൂര് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രതിരോധ ശേഷി, അതായത് കാലിക പ്രസക്തിയുള്ള ഈ ഒരു വിഷയത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. എന്തായാലും ഈ ഒരു
പിന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണൂർ ജില്ലാ ടീമിന് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദി ബിജുമാഷൻ ടീം നമുക്ക് അദ്ദേഹത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സാർ, ബാലഗോപാലൻ സാർ, വെൽക്കം. താങ്ക് യു ജയദേവൻ. ഓഡിബിൾ ആണെന്ന് തോന്നുന്നില്ല, കേൾക്കാമല്ലോ? ഓക്കെ ഓക്കെ, കേൾക്കാം. ഓക്കെ, താങ്ക് യു ജയദേവൻ ഫോർ ദ വാം ഇൻട്രൊഡക്ഷൻ. സോ ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് നല്ലൊരു ദിവസമാണ്. കാര്യം ഇങ്ങനെ ഒരു പാൻഡമിക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ വളരെയധികം നന്ദി പറയാണ്. കാര്യം ഇത് ജനങ്ങളിലേക്ക് ഇന്ന് ആൾക്കാർ ഭീതി പൂണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു തീരുമാനമെടുത്ത ഈ ഒരു ഓർഗനൈസേഷന് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ടോക്ക്. എന്തായാലും ഈ ഒരു സമയത്തും ഇത്രയും ആൾക്കാർ ഇത് കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് നല്ലൊരു സൈനാണ്. കാര്യം അത്ര ആൾക്കാരിലേക്കും അവർ വഴി വേറെ കുറെ ആൾക്കാരിലേക്കും ഈ ഒരു മെസ്സേജ് എത്തും എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. കാര്യം ശരിയായ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് തരാൻ പറ്റുക എന്നുള്ളതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. സോ ഇന്ന് ബേസിക്കലി ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പീക്ക് എപ്പോഴും പഴയതിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. സോ സെക്കൻഡ് പീക്ക് കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു സ്വന്തമായിട്ടൊരു ജീവനില്ലാത്ത ഒരു കണികയാണ് ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ജീവജാലങ്ങളിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഹ്യൂമൻ റേസിനെ മാത്രമാണ് അത് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസം. സ്വന്തമായിട്ട് ജീവനില്ലാത്ത വസ്തു ജീവൻ ഉള്ളതിലെ ഏറ്റവും വലിയ ആൾക്കാരെയാണ് ഇന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രകൃതിയുടെ ഒരു വിരോധാഭാസം. സോ അവിടെ നമ്മൾ ബാക്ക് ടു ബേസിക്സ്, തിരിച്ച് നമ്മുടെ ബേസിക് കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അത് നമ്മൾ ആസ് എ ഹ്യൂമൻ റൈസ്, ഒരു മനുഷ്യരാശി എന്നുള്ള നിലയ്ക്ക് നമ്മളത് മറന്നു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഈ ഒരു ജീവനില്ലാത്ത വസ്തു നമ്മളെ പേടിപ്പിക്കാൻ തുടങ്ങിയത്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? ഓക്കെ. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ഇമ്മ്യൂണിറ്റി ആൻഡ് ന്യൂട്രീഷൻ, അതായത് പ്രതിരോധ ശേഷിയും പോഷകങ്ങളും. കാര്യം ന്യൂട്രീഷനാണ് ഇന്ന് നമ്മുടെ ബോഡിയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും എല്ലാ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ന്യൂട്രീഷനാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി ശരിയായ രീതിയിൽ നിൽക്കണമെങ്കിൽ അവിടെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രതിരോധ ശേഷി? വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റിയെ പറ്റി ഇന്ന് പലരും, ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ MBBS പഠനകാലത്ത് ഒരു essayക്ക് വേണ്ടി പഠിച്ച ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂണിറ്റി. ഇന്നത് 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാം ഏറെക്കുറെ ഇമ്മ്യൂണിറ്റി എന്താണെന്നും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട് എല്ലാവർക്കും. സോ അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതേത് സെൽഫ്, നമ്മുടേതേത് നമ്മുടേതല്ലാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശരീരത്തിന്റെ ഒരു കഴിവാണ്, അല്ലെങ്കിൽ ആ ഒരു നോളജാണ് ശരിക്കും പറഞ്ഞ ഇമ്മ്യൂണിറ്റി. നമ്മുടേത് എന്ന് മനസ്സിലാക്കുന്ന സാധനങ്ങളെ കൂടെ കൂട്ടാനും നമ്മുടേതല്ലാത്ത സാധനങ്ങളെ തിരസ്കരിക്കാനും ഉള്ള ഒരു പ്രത്യേക ഒരു കഴിവാണ് ഇമ്മ്യൂണിറ്റി. അത് ശരിക്കും പറഞ്ഞൊരു സിമ്പിൾ ആയിട്ട് ഒറ്റ സെന്റൻസിൽ പറഞ്ഞെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ശരീരത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ അതിന്റെ ഫൈനൽ റിസൾട്ട് സെൽഫ് നമ്മുടേതാണെന്നുള്ള കാര്യങ്ങൾ വെക്കുകയും നമ്മുടേതല്ലാത്ത കാര്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആക്ച്വലി ഇമ്മ്യൂണിറ്റി. അത് എവിടെ നിന്ന് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ മുതൽ തുടങ്ങുകയാണ്. സ്കിൻ, അതുപോലെ തന്നെ അന്നനാളത്തിന്റെ ആ ലൈനിങ്, ഉള്ളിലത്തെ ലൈനിങ്, ശ്വാസകോശത്തിന്റെ ഉള്ളിലത്തെ ലൈനിങ്, ഇതെല്ലാം എൻവയൺമെന്റുമായിട്ട് എക്സ്പോസ്ഡ് ആണ്, പ്രകൃതിയായിട്ട് എക്സ്പോസ്ഡ് ആണ്. ഒരു കൊതുക് വന്നാൽ നമ്മുടെ സ്കിന്നിലാണ് വന്നിരിക്കുന്നത്. അത് കടിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യും, നമ്മളതിനെ തട്ടും അല്ലെങ്കിൽ ചൊറിയും. അത് ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രാകൃത രൂപമാണ്, ഒരു ബേസിക് ലെവൽ രൂപമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചുമയ്ക്കും. വേണ്ടാത്ത എന്തെങ്കിലും പറ്റൂലാത്ത ഏതെങ്കിലും ഭക്ഷണം അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ഛർദ്ദിക്കും. ഇതെല്ലാം ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരം വേണ്ടാത്ത സാധനങ്ങളെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ്. അതെല്ലാം ഇമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. അതുപോലെ കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉടനെ കണ്ണീര് വന്നതിനെ കഴുകി കളയാൻ ശ്രമിക്കും. അത് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലഡിൽ കൂടെയാണ് ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി എല്ലാം ഇത് ചെയ്യുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലഡിലെ WBC, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ആൾക്കാർ. അത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള WBC ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ ഉടനെ അറ്റാക്കിന് വേണ്ടി പോകുന്ന WBCs ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള, ഇപ്പം ഒരു ചിക്കൻ ബോക്സ് വൈറസ് അല്ലെങ്കിൽ പ്രത്യേകമായ വൈറസിനെ മനസ്സിലാക്കി അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്. ഇതിനെ കുറച്ച് കോംപ്ലക്സ് ആണ് പറഞ്ഞു വരുന്നത്. അതിനെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നോക്കുക. നമ്മുടെ രാജ്യത്തിന് നോർത്ത് ഏരിയയില് ഹിമാലയമുണ്ട്. അവിടെ നിന്നുള്ള നോർത്തിൽ നിന്നുള്ള കാര്യങ്ങളെ തടഞ്ഞു നിർത്താൻ ഹിമാലയമുണ്ട്. തെക്ക് വശത്ത് നോക്കാനാണെങ്കിൽ സമുദ്രമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാരിയേഴ്സ് ആണ്. എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ സ്കിന്നും ശ്വാസകോശത്തിനകത്തെ ലൈനിങ്സും എല്ലാം. എൻവയൺമെന്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലെല്ലാം അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിനെ നോക്കി ഇത് ചെയ്യുന്ന ഏരിയാസ് ആണ് അതെല്ലാം. അകത്തേക്ക് ചെല്ലുന്തോറും അകത്തെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ, ആരെങ്കിലും ഒരു നുഴഞ്ഞുകയറ്റക്കാരനോ ആരെങ്കിലും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ ആക്ട് ചെയ്യാനുള്ള വിജിലൻസ് ആൾക്ക് ഡിഫൻസ് സിസ്റ്റം ഉണ്ട് നമുക്ക്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലീസുകാർ, പുറമേ നിന്നുള്ള അറ്റാക്ക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പട്ടാളം, എയർഫോഴ്സോ നേവിയോ, ബോർഡറിലുള്ള പ്രശ്നങ്ങളാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. സോ ഓരോന്നിനും പ്രത്യേകമുള്ള ഡിഫൻസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിനകത്തും ഓരോന്നിനും പ്രത്യേകം. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, പോലീസ് എന്ത് അറ്റാക്കിന് വേണ്ടിയിട്ട് പോലീസുകാർ ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെയാണ് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള WBC. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോലീസാണ് അലേർട്ട് ആകുന്നത്, ഫസ്റ്റ് പോലീസാണ് അലേർട്ട് ആകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ WBCs അലേർട്ട്. ശരിയായ പാകിസ്ഥാനിയാണ് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള അറ്റാക്കാണ്, ചൈനക്കാരാണ്, ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നവരാണ് എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ അല്ലെങ്കിൽ ആരെയാന്ന് വെച്ചാൽ അവരെ അലേർട്ട് ചെയ്യും. അവരതിനുള്ള മിസൈലുകളും കാര്യങ്ങളും റെഡിയാക്കും എന്ന് പറയുന്ന പോലെയാണ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. ചിക്കൻ ബോക്സിന്റെ വൈറസ് ആണ് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് നേരത്തെ വന്ന ഒരാൾക്ക് അത് മെമ്മറി സെൽസിൽ കിടക്കും, അവരുടെ ഡാറ്റ ബാങ്കിൽ കിടക്കും. ചിക്കൻ ബോക്സിന്റെ വൈറസിനെ കണ്ട അപ്പം അതെടുത്ത് മിസൈല് അയക്കും, ഉടനെ മിസൈൽ അറ്റാക്ക് ചെയ്യാണ്. സോ അതാണ് ഡിഫൻസ് സിസ്റ്റം. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം വന്നത് നമ്മുടെ രാജ്യത്തുള്ള 100-130 കോടി ജനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് ആണ് നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ ഉണ്ടാക്കിയത്. പുതിയതായിട്ട് വന്നതൊന്നുമല്ല. ഈ ജനങ്ങളിൽ നിന്ന് തന്നെ 18 വയസ്സ് 20 വയസ്സ് ആയ ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലും 300 കോടി സെൽസ് ഉണ്ട്. ആ സെൽസിൽ നിന്നും അനുസരിച്ച് ഓരോരോ പ്രത്യേക ജോലികൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പൊ ജനങ്ങളിൽ നിന്നും കുറച്ച് ചിലവര് അഡ്വക്കേറ്റ് ആകുന്നു, ചിലവര് പോലീസിലേക്ക് പോകുന്നു, ചിലവര് അക്കൗണ്ടന്റ് ആകുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ സെൽസും സ്പെഷ്യലൈസ് ചെയ്യാണ്. ചിലവര് ബ്ലഡ് സെൽസ് ആകുന്നു, ചിലവര് ലിവറിന്റെ സെൽസ് ആകുന്നു, ചിലവര് ബോണിന്റെ സെൽസ് ആകുന്നു, ചിലവര് ബ്രെയിനിന്റെ സെൽസ് ആകുന്നു. അതിൽ ചിലവര് അതിൻ്റെതായ ട്രെയിനിങ് എടുത്തിട്ട്, അപ്പം നമ്മുടെ ടോൺസിൽ എന്നൊക്കെ പറയുന്നത് ഈ ഇമ്മ്യൂൺ സെൽസിനെ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ഏരിയ ഉണ്ട്. ടോൺസിൽസ്, അഡിനോയിഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേട്ടാണ്.
ടോൺസിൽസ്, അഡിനോയിഡ്, അതുപോലെ തന്നെ തൈമസ് എന്ന് പറഞ്ഞാൽ അത് അത്ര ആൾക്കാർ അത്ര അറിയുന്നല്ല. കാര്യം ന്യൂ ബോണിൽ തന്നെ ശിശുവായിരിക്കുമ്പോൾ തന്നെ അതിന്റെ പണി കഴിഞ്ഞ് അത് ചുരുങ്ങും. സോ തൈമസ്, സ്പ്ലീന്, പ്ലീഹ എന്ന് പറയുന്ന ഈ അവയവങ്ങളൊക്കെ നമ്മുടെ സെൽസിനെ ഇമ്മ്യൂൺ സെൽസ് ആക്കി ട്രെയിൻ ചെയ്തെടുക്കാനുള്ള സെന്റേഴ്സ് ആണ്. അതിൽ കൂടെ പാസ് ചെയ്ത് വരുന്നവര് ഓരോരോ പ്രത്യേക സെല്ലുകളായി മാറും. പലരും ഇപ്പൊ കേട്ടാണ് ടി സെല്ല്, ബി സെല്ല്, വാക്സിൻ എടുക്കുമ്പോൾ ടി സെല്ലാണ് ഇതാകുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ പട്ടാളത്തിലുള്ള ബ്ലാക്ക് കാറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാരാണ്. ഇപ്പൊ ന്യൂട്രോഫിൽ എന്നൊക്കെ പറയുന്ന പോലീസുകാരത്തെ പോലത്തെ ആൾക്കാരാണ്. എന്ത് അറ്റാക്ക് വന്നാലും ഉടനെ ന്യൂട്രോഫിലാണ് ആദ്യം അതിനെ തിരിച്ചറിയുന്നത്. തിരിച്ചറിഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ന്യൂട്രോഫിലിനെ അവിടെ തീർക്കും. ന്യൂട്രോഫിലിനെ അതിനെ പരിപാടികൾ ചെയ്യും. അല്ല, പ്രശ്നക്കാരാണ്, വലിയ വലിയ വൈറസുകളാണ് വരുന്നത്, ചിക്കൻ ബോക്സ് പോലത്തെ വൈറസാണ്, പ്രശ്നം ഉണ്ടാക്കുന്ന വൈറസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം അവർ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം അതിന്റെ ഡാറ്റ ബി സെല്ലിലേക്ക്, ബി സെല്ലാണ് അതിന്റെ ഡാറ്റാ ബാങ്ക്, മെമ്മറി സെല്ല്. വീണ്ടും ഒരു ചിക്കൻ ബോക്സിന്റെ വൈറസ് വന്നാൽ ബി സെൽ ഉടനെ അലേർട്ട് ആവും. ബി സെൽ അലേർട്ടായി ഉടനെ മിസൈൽ അയക്കും, അതിനെ കൊല്ലുകയാണ്. സോ ആ രീതിയിൽ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെല്ലാം ഉണ്ടാവുകയാണ്. അതെല്ലാം നമ്മുടെ ബോഡി തന്നെ അതിന് വേണ്ട കാര്യങ്ങളും അതിനുവേണ്ട ട്രെയിനിങ് സെന്റേഴ്സും എല്ലാം ഉണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ adaptive immune system provides more targeted defense. Dendritic cells are like intelligence specialists. ഈ വരുന്നത് ന്യൂട്രോഫിൽസ് ആണ്, ആദ്യത്തെ പോലീസുകാരാണ്. അവരിങ്ങനെ റോന്തു ചുറ്റി നടക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാൻ. ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ മെയിൻ സെന്ററിൽ പോയി ഇൻഫർമേഷൻ കൊടുക്കും. ലിംഫ് നോഡാണ് ആദ്യത്തെ ഇൻഫർമേഷൻ സെന്റർ. നമ്മുടെ നീരിറങ്ങാന്ന് പറഞ്ഞാൽ കയ്യിലെ വീർക്കുക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് ലിംഫ് നോഡ്. അവിടെ ചെന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അതിന്റെ വേണ്ട ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. വലിയ പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ ബി സെല്ലിനെ ഉടനെ അലേർട്ട് ചെയ്യും. ബി സെൽ അലേർട്ട് ആയാൽ ഉടനെ മിസൈലുകൾ അയക്കുകയും ആ മിസൈലുകൾ ഉടനെ ചെന്ന് ആന്റിബോഡീസ് ആണ് മിസൈലുകൾ ഉദ്ദേശിക്കുന്നത്. അത് ഉടനെ ചെന്ന് അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. സോ ഈ മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്, മെക്കാനിസം എല്ലാം നമ്മുടെ ബോഡിയിലുണ്ട്. എങ്ങനെ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? ഇതാണ് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ മൊത്തത്തിലുള്ള മെക്കാനിസം. പക്ഷെ അതിനെ ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം? ഓഡിയോ ക്ലിയർ അല്ല സാറേ. ഹലോ, ഹലോ, സർ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? സർ കേൾക്കാം. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഒരു എമർജൻസി കേസ് വന്നതിന്റെ ഒരു കോളായിരുന്നു. കാണാമല്ലോ അല്ലേ? യെസ് കാണാം സാർ.
സോ അപ്പൊ ഇതാണ് നമ്മുടെ പ്രതിരോധ ശേഷി, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം. അത് ചെറിയ ജലദോഷം തുമ്മൽ പോലത്തെ വൈറസ് ആയിക്കോട്ടെ, കോവിഡ് വൈറസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം മെക്കാനിസം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് നമ്മൾ നമ്മുടെ ബേസിക്സ്, നമ്മുടെ പ്രകൃതിയെ മറന്നതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഓരോ ഉത്തരങ്ങളാണ് ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, തേന്, നാരങ്ങ, അതിങ്ങനെ കാണാം. ഇത് ഇഞ്ചി ചതച്ച് ഹലോ, ഡോക്ടർ കട്ടായതാണോ? അത് തോന്നുന്നു അവിടെ ബാൻഡ് വിഡ്ത്ത് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു സാറിന്റെ. ഒരു വന്നിട്ടുണ്ട്. സാർ മ്യൂട്ടാണോ സാർ? യെസ്. അൺസ്റ്റേബിൾ ആണ്. അതാണ് സാറ് PPT വരുന്ന സമയത്താണ് നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് കുറയുന്നുണ്ടോ പറയുന്നതല്ലേ? അതെ. ഞാൻ ഓക്കെ നോക്കാം. So let us hope for the best sir. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഈ മഞ്ഞളും ഇഞ്ചിയൊക്കെ തന്നെ മതിയോ? അത് മതിയായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ കോവിഡ് ഇത്രയും വ്യാപിക്കില്ലായിരുന്നു. അത് മാത്രം മതിയായിരുന്നുവെങ്കിൽ. സോ അതിന്റെ ഉത്തരം ഇഞ്ചിയും വെളുത്തുള്ളിയും തേനും ഒന്നും പോരാ എന്നല്ല. പ്രശ്നം നമ്മുടെ ബോഡിയിലാണ്. നമ്മുടെ ബോഡി പോരാ എന്നുള്ളതാണ്. പണ്ടത്തെ ഇഞ്ചിയും കൊണ്ട് ഈ പറഞ്ഞ പണ്ട് വന്ന വൈറസുകളെ പലതിനെയും മറികടന്നിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ ബോഡിക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി മാത്രം പോരാ. സോ അങ്ങനെയാണ് എവിടെയാണ് പാകപ്പിഴ പറ്റിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആരോഗ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ അത് മറന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പലരുടെയും ധാരണ ആരോഗ്യം ഇപ്പൊ ഞാൻ ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, പ്രഷറില്ല, ഷുഗർ ഇല്ല, ഐ എം ഓക്കെ, ഐ എം ഹെൽത്തി. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇത് വെച്ചിട്ട് ഇയർലി ആനുവൽ ചെക്കപ്പ് നടത്തും, മെഡിക്കൽ ചെക്കപ്പ് നടത്തും. അതിലെല്ലാം എവറിത്തിങ് ഇസ് ഓക്കെ. ലാബ് ടെസ്റ്റുകളും ബാക്കിയെല്ലാം ഓക്കെ ആയതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആണോ? അല്ല. അത് മാത്രം കൊണ്ട് നമ്മൾ ഹെൽത്തി ആണെന്ന് ഉറപ്പില്ല. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. ഇന്ന് ആരോഗ്യമുണ്ട്, നാളെ ആരോഗ്യമില്ല, അങ്ങനല്ല. ആരോഗ്യം കൂടാൻ കുറയാം. ഈ ഒരു പടത്തിൽ കാണുന്നതിൽ ലെഫ്റ്റിലേക്ക് നീങ്ങുന്തോറും ആരോഗ്യം മോശമായി എന്നുള്ളതാണ്, റൈറ്റിലേക്ക് നീങ്ങുന്തോറും ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആരോഗ്യം മെച്ചപ്പെട്ട് വരുന്തോറും നമ്മൾ വലത്തേക്ക് നീങ്ങും. ആരോഗ്യം മോശമാകുമ്പോൾ ഇടത്തോട്ട് നീങ്ങും. സോ നമ്മൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കാം. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്, ഹെൽത്തിയാണ്, പോകുന്നു. എന്തെങ്കിലും നമുക്കൊരു ചലഞ്ച് വരുമ്പോൾ, നമ്മുടെ സിസ്റ്റം ഒന്ന് ആടി വലഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. ഒരു നല്ലൊരു ഉദാഹരണം പറയാൻ, നല്ലൊരു കാര്യം ഇന്ന് പ്രാക്ടിക്കലി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഗ്നൻസിയാണ്.
അതുവരെ ഒരു കുഴപ്പമില്ല. പ്രഗ്നന്റ് ആയി ആദ്യത്തെ രണ്ടാമത്തെ ചെക്കപ്പിന് ചെല്ലുമ്പം കണ്ടുപിടിക്കുന്നു ഷുഗർ ഉണ്ട്, അല്ലെ ഷുഗറിന്റെ തുടക്കമുണ്ട്, അല്ലെ തൈറോയിഡിന്റെ തുടക്കമുണ്ട്. ഡോക്ടർ പറയുന്നു ഇത് ഒരു ഗുളിക കഴിച്ചോളെ. ഇത് ഇപ്പൊ സാധാരണ ആൾക്കാർ കാണുന്നതാണ്, കുഴപ്പമില്ല, ഒരു ഗുളിക കഴിച്ചോളൂ, പേടിക്കാനൊന്നുമില്ല, ഈ ഗുളിക കഴിച്ച് തൈറോയിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ ഓക്കെ ആവും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു 2 തലമുറ പിന്നോട്ട് നോക്കിയാൽ എത്ര ആൾക്കാർ ഈ തൈറോയിഡിന്റെ ഷുഗറിന്റെയും, എത്ര ലേഡീസ് തൈറോയിഡിന്റെ ഷുഗറിന്റെയും കഴിച്ചിട്ടുണ്ട് ഓരോ പ്രഗ്നൻസിക്ക്? അന്നൊക്കെ 1, 2 അല്ല 5, 6 കുട്ടികളായിരുന്നു അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതിൽ എത്ര പ്രഗ്നൻസിയിൽ അവർ തൈറോയിഡിന്റെ ഷുഗറിന്റെയും ഗുളിക കഴിച്ചിട്ടുണ്ട്? ഇവിടെ നമ്മുടെ സിസ്റ്റം ഒന്ന് പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു സിസ്റ്റം മൊത്തത്തിൽ ഒരു റീവർക്ക് നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു റീവർക്ക് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിക്കപ്പെടും. സോ അവർ ജസ്റ്റ് ആ ന്യൂട്രൽ പോയിന്റിലായിരുന്നിരിക്കാം. അവിടുന്ന് ചെറിയ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറിയൊരു തലവേദന, ഒരു എക്സ്ട്രാ നമ്മുടെ ഓഫീസിൽ വർക്ക് ഭയങ്കരമായിട്ട് 1 മാസമായിട്ട് ഭയങ്കര വർക്കാണ്, ക്ലോസിങ്ങിന്റെ വർക്കാണ്. ആ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണവും ഇതും കാരണം ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നു BP ഉണ്ട്, അല്ലെ ഷുഗർ ഉണ്ട്. നമ്മുടെ ബോഡി സിസ്റ്റം മൊത്തത്തിൽ ഒന്ന് സ്ട്രെസ്സിൽ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം പുറത്തേക്ക് വരികയാണ്. അത് ആ സ്ട്രെസ് ആണോ കോസ് ചെയ്തേ? അല്ല, സ്ട്രെസ് ഒരു റീസൺ ആയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതുവരെ ന്യൂട്രൽ പോയിന്റിലായിരുന്നിരിക്കാം. ഒരു പ്രോബ്ലം വന്നപ്പം നമ്മൾ അസുഖങ്ങൾ കാണാൻ തുടങ്ങി. ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് MBBS-നോ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ല. കാര്യം ഞാൻ ഡീൽ ചെയ്ത ഏരിയയാണ് ട്രീറ്റ്മെന്റ് പാരഡൈം എന്ന് പറഞ്ഞ ലെഫ്റ്റ് കാണുന്നത്. ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ഇടത്തോട്ടുള്ള ഭാഗമാണ് ഡോക്ടർമാരും ആരോഗ്യ മേഖലയിൽ നിന്ന് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ വേണം, എല്ലാം വേണം, സപ്പോർട്ടുകളും എല്ലാം വേണം. പക്ഷെ അവിടുന്ന് വലത്തേക്ക് ഒരു ഏരിയ, വലിയൊരു ഏരിയ ഉണ്ട്, വലിയൊരു സ്പേസ് ഉണ്ട്. ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്ത് വലത്തേക്ക് നീങ്ങി നിൽക്കാം. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേരുമായിട്ട് സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. എന്റെ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ആ ഏരിയ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ആ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് വലത്തേക്കുള്ള ഭാഗം ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം ഇത് അവെയർ ആകുക എന്നുള്ളതാണ്. എനിക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും, അല്ലെ എന്റെ ആരോഗ്യം ഇനിയും മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ പഠിക്കുക. എങ്ങനെയാണ് എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് പഠിക്കുക. ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഒരു 9 നിലയുള്ള ഒരു ഹോസ്പിറ്റലാണ്, എറണാകുളത്ത് സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. രാവിലെ വൈകിട്ടും റൗണ്ട്സും കഴിഞ്ഞ് ഈവനിങ് റൗണ്ട്സും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഞാൻ ആകെ ടയർഡാകും. എന്റെ കൊളീഗ്സും എല്ലാം അതേ കണ്ടീഷനായിരുന്നു. അന്നേരം ഒന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ്, എനിക്ക് ഈ കാര്യങ്ങളെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. ഞാൻ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, പഠിച്ച് എന്റെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അതോടുകൂടി എന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, എന്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ഈവനിങ് റൗണ്ട്സ് കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും ഞാൻ ടയർഡല്ല, ഞാൻ ആക്റ്റീവ് ആകുന്നു. ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്തിരിക്കാനുള്ള 4 പില്ലേഴ്സ്, 4 നെടും തൂണുകളാണ്. അത് അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ടാവും. അത് ബെറ്റർ ആക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ ആരോഗ്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് വന്നത്. അവിടുന്ന് പിന്നെ എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ തുടങ്ങി. നേരത്തെ ജയദേവൻ പറഞ്ഞ പോലെ ഞാൻ മാരത്തോൺ, എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ മാരത്തോൺ എന്ന് പറഞ്ഞാൽ 42 കിലോമീറ്റർ ഓടുക എന്നുള്ളതാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്ത ഒരു 11 മണി 12 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാം. 42 കിലോമീറ്റർ നിർത്താതെ ഓടുക എന്നുള്ളതാണ്. ആ ചലഞ്ച് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും. രാവിലെ വൈകിട്ടും ഹോസ്പിറ്റലിൽ റൗണ്ട്സ് എടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഞാൻ 42 കിലോമീറ്റർ ഓടാൻ പറ്റി. അത് ഞാൻ 3 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു. മുംബൈ മാരത്തോൺ ഞാൻ 3 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്നും ഞാൻ രാത്രി 9 മണി 10 മണിയായാലും, ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഈവനിങ് 9 മണിയായാലും 10 മണിയായാലും ഞാൻ ആക്റ്റീവാണ്, അലേർട്ടാണ്, ഫുള്ളി എനർജറ്റിക് ആണ്. അത് എന്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുണ്ടായ വ്യത്യാസമാണ്. സോ അത് എനിക്ക് വലിയൊരു പാഠമായിരുന്നു. എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. ഉള്ള ഗുണം, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലും, എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഒരു ആഡിയോലച്ചിൽ പറ്റിയാലും നമ്മൾ ആരോഗ്യത്തിൽ തന്നെ കുറച്ചിങ്ങോട്ട് മാറി നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ അസുഖത്തിലേക്ക് പോകേണ്ടി വരില്ല. ഇന്നത്തെ മെഡിക്കൽ രംഗത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ മരുന്നുകളും എക്യുപ്മെന്റ്സ് ഉള്ള ഏരിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ അതൊരു എനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. ആ ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യം നിങ്ങളുടെ സ്വന്തം കയ്യിലാണ്. നിങ്ങൾക്കത് ഇന്നത്തെ കണ്ടീഷനിൽ നിന്നും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ചെയ്ത് വലത്തേക്ക് നീങ്ങാൻ പറ്റും. റൈറ്റിലേക്ക് നീങ്ങുന്നതോറുള്ള ഗുണം, നിങ്ങൾ പെട്ടെന്നൊന്നും ലെഫ്റ്റിലേക്ക് പ്രോബ്ലത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നുള്ളതാണ്.
സോ അത് നിങ്ങളുടെ ബോഡിയിലെ ഓരോ സെല്ലും ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് ഫുള്ളി എനർജറ്റിക് ആയിട്ട് ഫുള്ളി വർക്കിംഗ് ആയിട്ട് മാറുന്നുള്ളതാണ്. ഇമ്മ്യൂൺ സെൽസ് മാത്രമല്ല, എല്ലാ സെൽസ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ബേസിക് ആയിട്ട് 4 കാര്യങ്ങളാണ്. ശരിയായ ചിന്താരീതി, ശരിയായ വിശ്രമം, ശരിയായ വ്യായാമം, ശരിയായ പോഷണം. ഈ 4 പോയിന്റ്സ് ഇത് നോട്ട് ചെയ്യുന്നെങ്കിൽ നോട്ട് ചെയ്തോളൂ, സ്ക്രീൻഷോട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോളൂ. കാര്യം ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റം വരുത്താൻ പോകുന്ന 4 നെടുംതൂണുകളാണ്, 4 മേജർ ആയിട്ടുള്ള കാര്യമാണ്. ചെസ്റ്റ് പെയിൻ വന്നാൽ എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് അല്ലെ. ഒരു നെഞ്ചുവേന ഫീൽ ചെയ്താൽ നേരെ പോണം ഡോക്ടറോട് പറയും ECG എടുത്തോളൂ, എക്കോ എടുത്തോളൂ. കാര്യം അതെല്ലാം ഇന്ന് എല്ലാവർക്കും കാണാപ്പാടാണ്. പക്ഷെ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇത് 4 ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഓരോ പില്ലർ ചെയ്യും. ഓരോ പില്ലർ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. എൻ്റെ ഫാമിലിയിലും ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 4 പോയിന്റ്സ്. ശരിയായ ചിന്താരീതി, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, ശരിയായ പോഷണം. അതിൽ ഇന്ന് ഞാൻ ന്യൂട്രീഷനെ കുറിച്ച് ജസ്റ്റ് ബ്രീഫായിട്ട് ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. കാര്യം ന്യൂട്രീഷൻ ബാക്കി 3 പില്ലേഴ്സും കറക്റ്റ് ആയിട്ട് പോകും. ന്യൂട്രീഷൻ എന്താണ്? നമ്മുടെ ശരീരത്തിന് വേണ്ട 90-ൽ പരം പോഷക ഘടകങ്ങളാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതിൽ മേജറായിട്ട് ഞാൻ ഒരു 6-7 ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. 1 വെള്ളം, ജലം. 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം ഡെയിലി വേണം നമുക്ക്. നമ്മുടെ ബോഡി സിസ്റ്റം ഫുൾ ഇത് വെള്ളമുള്ളതാണ്. 60-70% വെള്ളമാണ് നമ്മുടെ ബോഡിയിൽ. അത് ശരിയായ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കൂ. സോ വെള്ളം ശരിയായ രീതിയിൽ വേണം. പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ 2 മുതൽ 2 ലിറ്ററിലെങ്കിലും ഡെയിലി കുടിക്കണം. അന്നജം നമ്മുടെ ഊർജ്ജം തരുന്ന സാധനമാണ്. അത് 250 മുതൽ 750 ഗ്രാം വരെ മതി ഡെയിലി. 250 to 750 ഗ്രാംസ് മതി ഡെയിലി. അത് അരി, ഗോതമ്പ് മുതലായ സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അത് തവിടോടുകൂടിയ അന്നജമാണ് ഏറ്റവും നല്ലത്. ഇന്ന് നമ്മൾ കഴിക്കുന്നതിലും മില്ലിൽ നിന്നുള്ള അരിയും ഗോതമ്പുമാണ്. അത് തവിട് കളഞ്ഞതാണ്. അത് തവിടോടുകൂടിയ അന്നജം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയി തുടങ്ങി. അതുപോലെ തന്നെ ഫാറ്റ്, കൊഴുപ്പ് ഇന്ന് നമ്മുടെ ഫുഡിൽ ഒരുപാട് കൊഴുപ്പുണ്ട്. അത് നമ്മൾ പറ്റുന്നത്രയും കുറയ്ക്കാൻ നോക്കുക. പക്ഷെ ഓർക്കേണ്ടത് നല്ല കൊഴുപ്പ് നല്ലോണം യൂസ് ചെയ്യണം. ഒമേഗ 3, ഒമേഗ 6 എന്നൊക്കെ പറഞ്ഞാൽ നല്ല കൊഴുപ്പ് വളരെ നന്നായിട്ട് യൂസ് ചെയ്യണം. ഇന്ന് എണ്ണകളിൽ കൂടുതൽ ഒമേഗ 6 കിട്ടും, ഇന്നത്തെ പുതിയ എണ്ണകളിലല്ല. പക്ഷെ ഒമേഗ 6-നേക്കാൾ കൂടുതൽ ഒമേഗ 3 വേണം, എന്നാൽ മാത്രമേ അത് ബാലൻസ് ശരിയാവുള്ളൂ. സോ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ വളരെ കറക്റ്റ് ആയിട്ട് വേണം, എന്നാൽ മാത്രമേ ബ്രെയിനും ഒക്കെ ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. പിന്നുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. അത് പലരും കേട്ടിട്ടുണ്ടാവും. പ്രോട്ടീൻ കേൾക്കുമ്പോഴേ ബോഡി ബിൽഡിങ്ങിന് വേണ്ടതാണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ ഓരോ കോശങ്ങളും, നഖം മുതൽ മുടി വരെ എല്ലാ കോശങ്ങളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അത് ശരിയായ രീതിയിൽ ജീവിക്കണമെങ്കിൽ പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്. ബോഡി ബിൽഡിങ്ങിന് മാത്രം വേണ്ട ഒരു സാധനമല്ല. പ്രോട്ടീൻ എന്ന് പറയുന്നത് എല്ലാ കോശങ്ങളും, നമ്മുടെ ബോഡിയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ. സോ അത് നമ്മുടെ ബോഡിയിൽ ശരിയായ രീതിയിൽ വേണം. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും വളരെ കുറച്ച് അളവിൽ മതിയെങ്കിലും നമ്മുടെ ഓരോ സെൽസിനകത്തും ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. സോ അതെല്ലാം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ബോഡിയിൽ ശരിയായ രീതിയിൽ വൈറ്റമിൻസും മിനറൽസും വേണം. അതുപോലെ തന്നെ ഫൈബർ, നാര്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആഹാരത്തിൽ അന്നജത്തിൽ നിന്ന് ഒരുപാട് നാര് ഇല്ലാതെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാരിന്ന് ഒരു പ്രത്യേക പോഷകഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇന്ന് നമ്മൾ ഈ കണ്ടതിൽ നമുക്ക് പ്രോട്ടീൻ തീരെ കുറവാണ്, അന്നജം ഒരുപാട് കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത്, പ്രോട്ടീൻ തീരെ കുറവാണ്, വൈറ്റമിൻസും മിനറൽസും തീരെ കുറവാണ്, ഒമേഗ 3 നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല. സോ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഓരോ കോശത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് എങ്ങനെ നമുക്ക് ഇതിനെ പൂർത്തീകരിക്കാൻ പറ്റും? നമ്മുടെ ഈ കുറവിനെ എങ്ങനെ നമുക്ക് നികത്താൻ പറ്റും? നമുക്ക് രാവിലെ എണീറ്റാൽ ജോലിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് പാൻഡമിക് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നാണെങ്കിലും വർക്ക് ചെയ്തേ പറ്റൂ. ഇന്ന് എല്ലാവരും പറയുന്നത് വർക്ക് കൂടുതലാണെന്നാണ്. വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, സിക്ക് ലീവ് ഇല്ല, ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തേ പറ്റൂ. നമ്മൾ വർക്ക് കൂടുതലാണെങ്കിൽ പോലും നമ്മൾക്ക് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ കിട്ടിയാൽ മാത്രമേ ആ വർക്കും ശരിയായ രീതിയിൽ നടത്താൻ പറ്റൂ. സോ ആഹാരത്തിലുള്ള പോരായ്മയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചേ പറ്റും. ഇന്ന് ജനറലായിട്ട് പറയാനാണെങ്കിൽ ഇന്ന് ഓരോരുത്തരുടെയും ഫുഡിൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒമേഗ 3 തീരെ കുറവാണ്, ജനറലായിട്ട് പറയാനാണെങ്കിൽ. സോ അത് നമ്മൾ എക്സ്ട്രാ എടുത്തേ പറ്റും. അതിനാണ് സപ്ലിമെന്റേഷൻ എന്നുള്ളൊരു ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ആ വാക്കുമായിട്ട് പേടിക്കൊന്നും വേണ്ട. ട്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇരിക്കും. നമ്മുടെ കുട്ടി ഒരു വിഷയത്തിന് മോശമാണെങ്കിൽ അതിന് നമ്മൾ ട്യൂഷൻ ഏർപ്പെടുത്തും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ പോഷകം കുറവാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് ചെയ്തേ പറ്റും. സോ ദാറ്റ് ഇസ് സപ്ലിമെന്റേഷൻ. സപ്ലിമെന്റേഷൻ
ഇന്നത്തെ ഒരു ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന കൂടുതലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണമാണ്. അതിൽ ഒരുപാട് പോഷകങ്ങൾ പോരായികയുണ്ട്. ആ പോഷകങ്ങൾ നമ്മൾ എക്സ്ട്രാ എടുത്തേ പറ്റും. അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ബ്രാൻഡ്, ഏറ്റവും നല്ല ഓർഗനൈസേഷനാണ് ന്യൂട്രലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിനെപ്പറ്റി ഞാൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കി. ഞാനൊരു 10-15 വർഷം മുമ്പാണ് ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി അറിയുന്നത്. ചെടികളിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത ഒരു വൈറ്റമിൻ ഗുളികയാണ് ഞാൻ ഈ ഒരു ഓർഗനൈസേഷനെ പരിചയപ്പെടാൻ ഒരു കാരണം. അങ്ങനെ ഒരു ഗുളികയെ പറ്റി ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ചെടികളിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്തൊരു വൈറ്റമിൻ ഗുളിക ഉണ്ടെന്നുള്ളത്. കാര്യം ഞാൻ എടുത്തു പറയാൻ കാര്യം, ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് ഫാർമ കമ്പനീസ് അവരുടെ സാമ്പിൾസ് ഒക്കെ ആയിട്ട് വരും. ഒരുപാട് വൈറ്റമിൻ സപ്ലിമെന്റ് കമ്പനികൾ വൈറ്റമിൻ ഗുളികളൊക്കെ ആയിട്ട് സിറപ്പൊക്കെ ആയിട്ട് വരാറുണ്ട്. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇത് എവിടുന്ന എങ്ങനെയാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്? അവർ അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാനിൽ മാനുഫാക്ചർ ചെയ്തതാണെന്ന് പറയും. വളരെ നല്ല പേരെടുത്ത കമ്പനികളുമാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് വൈറ്റമിൻസും മിനറൽസും ചെടികളിൽ നിന്ന് കിട്ടണമെന്നാണ്. പക്ഷെ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം പറയുന്ന അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാനിൽ ഉണ്ടാക്കിയെന്നാണ്. അതെനിക്കൊരു വിരോധാഭാസമായിട്ട് തോന്നി. കാര്യം എന്നിരുന്നാലും വേറെ നിവൃത്തിയില്ല, അതാണ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറ്. കാര്യം അത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മെഡിക്കൽ ഷോപ്പിൽ. ഒരു ദിവസമാണ് ഞാൻ ചെടികളിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്തൊരു വൈറ്റമിൻ ഗുളിക ഉണ്ടെന്ന് കേൾക്കുന്നത് തന്നെ. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ന്യൂട്രലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ചെയ്യുന്നതും. ആ ന്യൂട്രലൈറ്റിനെ പറഞ്ഞ കമ്പനിയെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ അതിലേറെ 90 എക്സ്പീരിയൻസ് ആണ്. 1930കളിൽ അവര് ചെടികളെ പറ്റിയുള്ള സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്റെ അറിവിൽ ലോകത്തിലെ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ന്യൂട്രലൈറ്റ് മാത്രമാണ്. ചെടികളെ പറ്റിയും പ്രകൃതിയെ പറ്റിയും പഠനം നടത്തുന്ന ഇത്രയും പഴക്കമുള്ള ഒരു ഓർഗനൈസേഷൻ ന്യൂട്രലൈറ്റ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് ഫാംസ് ഉണ്ട്. അവിടെ ഓർഗാനിക് ഫാമിംഗ് വഴിയാണ് അവർ പണ്ട് മുതലേ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ ഓർഗാനിക് ഫാമിംഗ് കേട്ട് തുടങ്ങിയത് 15-20 വർഷം, 10-15 വർഷമേ ആയിട്ടുള്ളൂ. കാലങ്ങളായിട്ട് ഓർഗാനിക് ഫാമിംഗ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന 7000 ഏക്കറോളം ഭൂമി എന്നുള്ള ചെടികളിൽ നിന്നുള്ള ഇതാണ് അവര് എടുക്കുന്നത്. ഒരുപാട് റിസർച്ച് ബാക്കപ്പും കാര്യങ്ങളുണ്ട്. ഓരോ പ്രൊഡക്റ്റിലും പേറ്റന്റുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഈ ഒരു കാര്യമാണ്, ബെസ്റ്റ് ഓഫ് സയൻസ്, ബെസ്റ്റ് ഓഫ് നേച്ചർ. പ്രകൃതിയെ ശരിയായ രീതിയിൽ, ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിയെ മനുഷ്യന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. പ്രകൃതിയിൽ എങ്ങനെ നിൽക്കുന്നോ പറ്റുന്നത്ര അതേ രീതിയിൽ തന്നെ അവര് അവരുടെ സപ്ലിമെന്റ്സിലേക്കും ആക്കി മാറ്റിയിട്ടുണ്ട്. സോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. കാര്യം പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. മനുഷ്യന് ഉപയോഗിക്കാൻ പ്രകൃതി വേണം. അത് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ മനുഷ്യനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമുക്കറിയാം പണ്ടത്തെ ആൾക്കാർ അവനവന്റെ തൊടിയിൽ നിന്നും ഉള്ള അന്ന് പാകമായി നിൽക്കുന്ന വെണ്ടയ്ക്കോ വഴുതനങ്ങയോ ഒക്കെ എടുത്താണ് അവർ അന്നത്തെ കറിയാക്കുന്നത്. അത് പറിച്ചാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് കറിയായിട്ട് ഭക്ഷിച്ചിരിക്കും, അകത്തേക്ക് പോയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്നുള്ള പച്ചക്കറി കടയിൽ നിന്നാണ് നമ്മൾ എല്ലാം വാങ്ങിക്കുന്നത്. അത് ഒരാഴ്ച 2 ആഴ്ച മുമ്പേ പറിച്ചെടുത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പറിച്ചാൽ 3-4 മണിക്കൂർ കൊണ്ട് അതിന്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഡിഗ്രേഡ് ചെയ്ത് തുടങ്ങും, അതിന്റെ അളവ് കുറഞ്ഞു തുടങ്ങും അതിന്റെ പച്ചക്കറിക്കകത്ത്. ഇവിടെ ന്യൂട്രലൈറ്റ് ഫാമിൽ വെച്ച് തന്നെ പറിച്ചെടുത്ത പാകമായ ഇത് പറിച്ചെടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതിനെ സപ്ലിമെന്റ് അല്ലെങ്കിൽ ഗുളിക പരുവത്തിലാക്കിയിരിക്കും. സോ അത്രയ്ക്ക് അതിനെപ്പറ്റി പഠനം നടത്തിയ 90-ൽ പരം വർഷങ്ങളുടെ പഠനമാണ് അതിനകത്ത് കിട്ടുന്നത്. മാത്രമല്ല, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്. മരുന്നുകൾക്ക് മാത്രം WHO നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ഇതാണ് മരുന്നുകൾ ഉണ്ടാക്കാൻ. അസുഖങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ നിഷ്കർഷിച്ചിട്ടുള്ളതാണ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഇവിടെ ന്യൂട്രലൈറ്റ് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഉണ്ടാക്കാൻ പോലും ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത്രയ്ക്ക് റിസർച്ച് ഇതുള്ള ഒരു ഓർഗനൈസേഷൻ ന്യൂട്രലൈറ്റ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിജിനോമിക്സ്, അതായത് ഓരോ മനുഷ്യന്റെ DNA എടുത്തിട്ട് ആ DNAക്ക് വരാവുന്ന ജീവിതശൈലി രോഗങ്ങളും അതിന് വേണ്ട ജീവിതശൈലി മാറ്റങ്ങളും അതിന് വേണ്ട പോഷകങ്ങളും എന്നുള്ള രീതിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ന്യൂട്രിജിനോമിക്സ്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ പറ്റി ഞാൻ കേട്ടിട്ടില്ല ആക്ച്വലി. സോ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ന്യൂട്രലൈറ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തന്നെ. അവരുടെ കുറെ സപ്ലിമെന്റ്സ്, ഒട്ടനവധി സപ്ലിമെന്റ്സ് ഇന്ന് ലോകമെമ്പാടും അവൈലബിൾ ആണ് ന്യൂട്രലൈറ്റ് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആവറേജ് ഒരാളുടെ ആഹാരത്തിൽ ഇന്ന് പോരായകയുള്ള പോഷകങ്ങളാണ് പ്രോട്ടീൻസ്, വൈറ്റമിൻസും മിനറൽസും, അതുപോലെ തന്നെ ഒമേഗ-3. ഈ 3 പോഷക ഘടകങ്ങൾ ഇന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയിൽ ആഹാരത്തിന്റെ കൂടെ എക്സ്ട്രാ എടുത്തേ പറ്റും.
ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ 10-15 വർഷം മുമ്പ് മനസ്സിലാക്കിയ ആ സമയം മുതൽ ഞാനിത് എന്റെ ന്യൂട്രീഷൻ കറക്റ്റ് ആക്കാൻ തുടങ്ങി. എന്റെ ഫുഡിന്റെ കൂടെ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒമേഗ 3 എക്സ്ട്രാ എടുക്കാൻ. കാര്യം എന്റെ ആഹാരത്തിൽ അത് കുറവാണ്. എന്റെ മാത്രമല്ല എന്റെ ഫാമിലി, എന്റെ വൈഫിന്റെ കുട്ടികളുടെ ആഹാരത്തിൽ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. പ്രോട്ടീൻ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ നഖം മുതൽ മുടി വരെ എല്ലാ കോശങ്ങളിലും പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ ധാരാളം വേണം നമ്മുടെ ശരീരത്തിന്. എന്നാൽ ഓരോ കോശം ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ ഹോർമോൺസ്, എൻസൈംസ് എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെ പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. സോ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഡെയിലി വേണം. കാര്യം ഓരോ കോശങ്ങളും ഡെയിലി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അന്നനാളത്തിലെ കോശങ്ങൾ, അകത്തെ ലൈനിങ്ങിലെ കോശങ്ങൾ 2 ദിവസം കൂടുമ്പോൾ പഴയത് ചേർത്ത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലൊക്കെ ആണെങ്കിൽ 6 മുതൽ 9 മാസം കൂടുമ്പോൾ റിന്യൂവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിന്റെ സെൽസ് 2 വർഷം കൂടുമ്പോൾ റിന്യൂവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ് ബ്ലഡ് സെൽസ് 103 മാസം കൂടുമ്പോൾ റിന്യൂവൽ. അപ്പൊ എല്ലാ സെൽസും ഡെയിലി റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ സെൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് ബോഡിയിൽ നടക്കുന്ന ഓരോ ഡാമേജിനും റിപ്പയർ നടക്കണം. ഇതിനെല്ലാം നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ ബോഡിയിൽ ആവശ്യമാണ്. അതും ഡെയിലി കിട്ടിയേ പറ്റൂ. കാര്യം പ്രോട്ടീൻ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. സോ ഡെയിലി അത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. എത്ര കണ്ട് വേണം? ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ 1 ഗ്രാം വെച്ചിട്ട് ഡെയിലി ആവശ്യമാണ്. അത് 60 കിലോ ഉള്ള മനുഷ്യനാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. 15 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണം. 1.5 1.25 വരെ വേണം. 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ 15 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ കുട്ടികളുടെയും ഡെയിലി ഡയറ്റിൽ ഇത്രയും പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? പ്രോട്ടീൻ എവിടുന്ന കിട്ടുന്നത്? നോൺ വെജിറ്റേറിയൻ സോഴ്സ് ഉണ്ട്, വെജിറ്റേറിയൻ സോഴ്സ് ഉണ്ട്, പയർ കടല അതുപോലത്തെ സാധനങ്ങളുണ്ട്, നോൺ വെജിറ്റേറിയൻ സോഴ്സ് ഉണ്ട്. ഇന്ന് ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് ഒന്നില്ല ഗൂഗിൾ ചെയ്താലോ ഇഷ്ടംപോലെ സോഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ബോഡി ഒരു ഡയറ്റില്, നമ്മുടെ ഒരു ആവറേജ് ഡേ ഡയറ്റിലെ പ്രോട്ടീൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാര്യം ഞാൻ ഇതുപോലെ ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ മൈൻഡ് ഓപ്പൺ ആയത്. എനിക്ക് അന്ന് 60 കിലോ ആയിരുന്നു. 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണമായിരുന്നു. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ഒരു ദിവസം ആവറേജ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 30-35 ഗ്രാം പ്രോട്ടീനെ കിട്ടുന്നുണ്ടായിരുന്നു. അന്നാണ് എനിക്കിത് ഇതിന്റെ ആവശ്യകത ശരിക്കും മനസ്സിലായത്. അന്ന് മുതൽ ഞാൻ ന്യൂട്രീഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ ശരീരത്തിനകത്തേക്ക് പോകുന്ന പോഷകങ്ങളെ പറ്റി ഞാൻ ബോധവാനാകാൻ തുടങ്ങി. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ അവയർനെസ്. നമുക്ക് ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അവയർ ആകും. സോ പ്രോട്ടീൻ ഞാൻ പറഞ്ഞല്ലോ 1 കിലോയ്ക്ക് 1 ഗ്രാം എന്നുള്ള അളവിൽ വേണം. അതിന് എക്സലന്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ന്യൂട്രലൈറ്റിന്റെ ഇതിന്നുണ്ട്. ന്യൂട്രലൈറ്റ് ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ. ചെടികളിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത പ്രോട്ടീൻ പൗഡറാണ്. ഒരു 10 ഗ്രാം പ്രോട്ടീൻ 10 ഗ്രാം പൊടി പൗഡർ എടുത്താൽ 8 ഗ്രാമും പ്രോട്ടീനാണ്. അതും ഫുള്ളി ഡൈജസ്റ്റ് ചെയ്യുന്നത്. പ്രോട്ടീൻ എല്ലാം മുഴുവൻ ദഹിക്കൂല. പക്ഷെ ഇത് ആ ഉള്ള പ്രോട്ടീൻ മുഴുവൻ ദഹിക്കുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ഈസിലി ഡൈജസ്റ്റ് പോലും എളുപ്പം ദഹിച്ചോളും. അങ്ങനത്തെ ആ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് അവരെടുത്തിരിക്കുന്നത്. എളുപ്പം ദഹിക്കാവുന്ന രീതിയിലുള്ള ഐസൊലേറ്റ് ആണ്. അതാണ് ആ റിസർച്ചിന്റെ ഞാൻ ഇത് പറഞ്ഞത്, ഇമ്പോർട്ടൻസ് പറഞ്ഞത്. പ്രകൃതിയിലുള്ളത് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ മനുഷ്യനെ ഏറ്റവും ഉപകരിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ റിസർച്ച് മുഴുവൻ പോകുന്നത്. ഓരോ ചെടികളിൽ നിന്നും എങ്ങനെ അത് ശരിയായ രീതിയിൽ മനുഷ്യന് ഉപകരിക്കാവുന്ന രീതിയിൽ എടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. സോ പ്രോട്ടീന്റെ കാര്യം പറയുന്നത് സോയയും വീറ്റും 3 സോഴ്സിൽ നിന്നാണ്. അത് പ്ലാന്റ് ബേസ്ഡ് സോഴ്സ് തന്നെയാണ്. അതിൽ നിന്നുള്ള പ്രോട്ടീൻ പ്യുവർ പ്രോട്ടീൻ ഐസൊലേറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞ വൈറ്റമിൻസ്, മിനറൽസ്, ജീവകങ്ങളും ധാതുക്കൾ. 13 വൈറ്റമിൻസും 11 മിനറൽസും നമുക്ക് ഡെയിലി കിട്ടിയേ പറ്റും. ചെടികളിൽ, പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത്. പ്രകൃതിയിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലാണ് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇരിക്കുന്നത്. നമ്മൾ ചിലർ പറയാറുണ്ട്, ഞാൻ ഇന്ന് നല്ലോണം പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുന്നുണ്ട്, കുറച്ച് കൃഷിയൊക്കെ വീട്ടിലുണ്ട്, അതിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോരെ എന്റെ വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ പോരാ. കാര്യം വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി ആണെങ്കിൽ പോലും മണ്ണ് നമ്മൾ എവിടെ നിന്നെടുത്താണ്. ആ മണ്ണിൽ വേണ്ട ജീവങ്ങളും ധാതുക്കളും, ഫോർ എക്സാമ്പിൾ അയേൺ ഇല്ലാത്ത മണ്ണാണെങ്കിലും അതിനകത്ത് ചീരയുടെ വിത്തിട്ട് നമ്മൾ വളം ഇട്ട് കൊടുത്താൽ വളരും. ആ വരുന്ന ചീരയിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത ചീരയാണെങ്കിൽ പോലും അതിനകത്ത് വേണ്ടത്ര അയൺ കണ്ടന്റ് കാണില്ല. ഇന്നത്തെ പ്രകൃതി ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ഇന്ന് പ്രകൃതി മാറി. നമ്മൾ അറിയാതെ ഒരുപാട് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും എല്ലാം കാരണം നമ്മുടെ മണ്ണ് നശിച്ചിരിക്കുകയാണ്. മണ്ണിനകത്ത് വേണ്ട ജീവങ്ങളും ധാതുക്കളും തീരെ.
ആ മണ്ണിൽ നമ്മൾ എന്തൊക്കെ നട്ടു വളർത്തിയാലും നമ്മുടെ ശരീരത്തിന് വേണ്ട അത്രയും വൈറ്റമിൻസും മിനറൽസും അതിൽ നിന്ന് കിട്ടൂല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. സോ അതുകൊണ്ട് തന്നെ വൈറ്റമിൻസും മിനറൽസും എക്സ്ട്രാ എടുത്തേ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാനാണെങ്കിൽ വൈറ്റമിൻസും മിനറൽസും വേണ്ട അത്രയും കിട്ടാൻ വേണമെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഈ പറഞ്ഞ അളവിൽ ഇടതുവശത്ത് അളവ് എഴുതിയിട്ടുണ്ട്. അത്ര അളവിൽ ഒരു പേജും ഉണ്ട്, 2 പേജുണ്ട്. അത് മുഴുവൻ എടുത്ത് പാകം ചെയ്ത് നമുക്ക് കഴിക്കാൻ ശ്രമിക്കാം വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ. പക്ഷെ അതുവഴി നമുക്ക് പോകുന്ന നഷ്ടമാകുന്ന സമയം, അതിന്റെ കൂടെ ഒരുപാട് അനാവശ്യമായ കാലറി നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നു. അതിലും ഏറ്റവും നല്ല സ്മാർട്ടായിട്ടുള്ള, ഇന്ന് എല്ലാം സ്മാർട്ട് യുഗമാണ്, അതിന്റെ സ്മാർട്ടായിട്ടുള്ള സൊല്യൂഷനാണ് ഒരു ഗുളിക കഴിക്കുക എന്നുള്ളത്. ഞാൻ അതാണ് ചെയ്തത്. കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഞാൻ ഇതിന്റെ ഓരോ ഗുളിക ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരാൾക്ക് വേണ്ട 13 വൈറ്റമിൻസും 11 മിനറൽസും അതിനകത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത് ഞാൻ പറഞ്ഞ 6 ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്താണ്, ചെടികളിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്താണ്. ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നുമില്ല. ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ ഫാമിൽ വെച്ച് അതിനെ ഗുളിക പരുവത്തിലാക്കി ന്യൂട്രിലോ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ അതെല്ലാം പാറ്റന്റ് ആണ്, അതെല്ലാം റിസർച്ചിന്റെ ഭാഗമാണ്. അത് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കഴിച്ച് അകത്ത് ചെന്നാൽ മാത്രമേ അത് റിലീസ് ആവൂ. വൈറ്റമിൻസും മിനറൽസും നമുക്ക് ഒരു ദിവസം വേണ്ട 13 വൈറ്റമിൻസും 11 മിനറൽസും ഏകദേശം കിട്ടുമെന്ന് ഉറപ്പാക്കാം നമുക്ക്. പിന്നെ വേണ്ട ഒരു പോഷക ഘടകമാണ് ഒമേഗ 3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യമാണ്. മാത്രമല്ല ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, വലിയവരിൽ കണ്ടുവരുന്ന അൽഷീമേഴ്സ് ഡിസീസ്, ഇതിനൊക്കെ ഇന്ന് ഒമേഗ 3യുടെ ഡെഫിഷ്യൻസി ഒരു മേജർ റീസൺ ആണെന്നാണ് പറയുന്നത്. സോ ഈ ഹൈപ്പർ ആക്റ്റീവിനും അൽഷീമേഴ്സിനുള്ള മരുന്നായിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷെ അത് വരാതിരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെറുതെ ഇരുന്നാൽ നമ്മൾ ഇടതുവശത്തേക്ക് അറിയാതെ നീങ്ങിപ്പോകും. ന്യൂട്രൽ പോയിന്റിലായിരിക്കാം നമ്മൾ. വെറുതെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇടതുവശത്തേക്ക് നീങ്ങും. അത് വരാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ അൽഷീമേഴ്സ് ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ ഒമേഗ 3 ഇന്ന് ഡെയിലി നമ്മൾ നല്ല കൊഴുപ്പ് അകത്തേക്ക് കൊടുത്തേ പറ്റും. അതിനും ന്യൂട്രലൈറ്റിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്, സാൽമൺ ഒമേഗ 3 എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒരുപാട് പോകുന്നില്ല. കാര്യം നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തവരുമായിട്ട് സംസാരിച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അതിന് പൂർണ്ണമായിട്ട് പറയാനുള്ള സമയം ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാർട്ട് ഇത് ചെയ്യാണ്. പിന്നെ ഇത് ഇത്രയും നേരം ഞാൻ പറയാം, പ്രോട്ടീൻസും വൈറ്റമിൻസും ഒമേഗ 3 ഇത് മൂന്നും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എല്ലാ കോശങ്ങളും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ആവശ്യമാണ്. ഇന്നത്തെ പോഷകഘടകങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പുറമെ ഈ 3 സപ്ലിമെന്റ്സ് നമുക്ക് ഇന്ന് എടുത്തേ പറ്റും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ. ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, മാരത്തോൺ ഓടാനും ഒക്കെ പറ്റിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അതിനും നല്ല സപ്ലിമെന്റ്സ് ഉണ്ട്. വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇമ്മ്യൂണിറ്റി എന്ന് കേൾക്കുന്ന പുറകെ തന്നെ എല്ലാ കുട്ടികളും പറയും വൈറ്റമിൻ സി. പ്രതിരോധ ശേഷി നിലനിർത്താൻ നല്ലതാണ് വൈറ്റമിൻ സി, വളരെ നല്ലതാണ്. മിക്സിയിലിട്ട് അടിച്ച് കുടിക്കുകയൊക്കെ അതിനകത്ത് വൈറ്റമിൻ സി ഏറ്റവും മാക്സിമം ആയിട്ട് കാണും. അത് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയി നാരങ്ങ വാങ്ങിച്ചാൽ അതിനകത്ത് എത്ര വൈറ്റമിൻ സി കാണുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം വൈറ്റമിൻ സി പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്ത് പോകുന്ന ഒരു വൈറ്റമിനാണ്. ഇത് ന്യൂട്രലൈറ്റിന്റെ വൈറ്റമിൻ സി അസറോള ചെറിയിൽ എക്സ്ട്രാക്ട് ചെയ്താണ്. അത് മാക്സിമം കോൺസെൻട്രേഷനിലാണ് അതിനകത്തുള്ളത്. മാത്രമല്ല ഇവരുടെ റിസർച്ചിന്റെ ഫലമായിട്ട് അത് ഒരു ഗുളിക കഴിച്ചാൽ 8 മണിക്കൂറോളം നമ്മുടെ വൈറ്റമിൻ സി ബ്ലഡിലെ വൈറ്റമിൻ സി ലെവൽ നിലനിർത്തും. അതായത് 8 മണിക്കൂറോളം നമ്മുടെ ഡേ ടൈം, ആക്റ്റീവ് ആയിട്ടുള്ള ഡേ ടൈമിൽ നമ്മുടെ ബോഡി പ്രതിരോധിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം, പോലീസുകാരുടെ കയ്യിൽ വേണ്ടത്രയും ലാത്തിയും തോക്കില്ല, അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഇതിനുള്ള ആയുധങ്ങൾ ഇല്ല എങ്കിൽ അവരെ നിർത്തിയിട്ടും കാര്യമില്ല. അറ്റാക്ക് ചെയ്യാൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് അവർക്ക് വേണ്ട തോക്കും അതിന്റെ ആയുധങ്ങളും കൊടുത്തിട്ടാണ് നിർത്തുന്നതെങ്കിലും ഏത് ഇൻവേഡർ വന്നാലും, ഏതൊരു ശത്രു വന്നാലും അവർ റെഡി ആയിരിക്കും അറ്റാക്ക് ചെയ്യാൻ. വൈറ്റമിൻ സി എന്ന് പറയുന്ന അതുപോലത്തെ ഒരു ആയുധമാണ് നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഒക്കെ എത്ര റെഡി ആണെങ്കിലും അതിനെ കറക്റ്റായിട്ട് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വൈറ്റമിൻ സി വളരെ അധികം സഹായിക്കും. ഇറ്റ് സ്ട്രെങ്തൻസ് ദ ഇമ്മ്യൂണിറ്റി. ഇറ്റ്സ് എ പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ്. അത് ഈ ന്യൂട്രിയന്റ് നമ്മൾ സാധാരണ നാരങ്ങ കഴിച്ചാലും 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ സിയുടെ ലെവൽ നിൽക്കുകയുള്ളൂ. കാര്യം വൈറ്റമിൻ സി എളുപ്പം ബോഡി ഡിഗ്രേഡ് ചെയ്ത് കളയും.
ഇത് പ്രത്യേക അവരുടെ ടെക്നോളജി, അത് ഞാൻ പറഞ്ഞു, പ്രകൃതിയിലുള്ള സാധനം മനുഷ്യനെ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഉപകരിക്കാം എന്നുള്ളതിനെ പറ്റി റിസർച്ചാണ് അവർ നടത്തിയിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു ഗുളിക കഴിച്ചാൽ 8 മണിക്കൂറോളം നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ സിയുടെ ലെവല് സ്ട്രോങ് ആയിട്ട് നിൽക്കും. സോ അതാണ് ന്യൂട്രിലൈറ്റിന്റെ വൈറ്റമിൻ സി ചെറി പ്ലസ്. പിന്നെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എക്കിനീഷ്യ. എക്കിനീഷ്യ അലർജി, പൊതുവെ അലർജിയെ റെഡിയാക്കാനുള്ള ഒരു സാധനം. ഇതൊരു ഇമ്മ്യൂൺ ബൂസ്റ്റർ അല്ല, പക്ഷെ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നാട്ടിലാകെ ബഹളം നടക്കുമ്പോൾ പോലീസുകാര് കണ്ടവനെയൊക്കെ അടിക്കാൻ തുടങ്ങും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ ബഹളം നടക്കുകയാണ്, പോലീസ് അങ്ങോട്ട് കയറി ചെന്നാൽ എല്ലാവരും അടിക്കും. കുറ്റം ചെയ്തവനാണെങ്കിലും വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണെങ്കിലും ഒക്കെ അടിക്കാൻ തുടങ്ങും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ആ ലെവലിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. നമ്മുടേത് ഏതാണ്, പുറമേ വന്നത് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. മാത്രമല്ല, ഒരു ഫോർ എക്സാമ്പിൾ ഒരു വിശന്നിരിക്കുന്ന കുറെ പോലീസുകാരെ ഉച്ച സമയത്ത് കോളേജിലേക്ക് ഇറക്കി വിടുകയാണ്, ദേഷ്യം തീർത്ത് എല്ലാവരും ഇട്ടടിക്കും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്. ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കാണുന്നത്. നമ്മുടെ തന്നെ സ്കിന്നിനെ അറ്റാക്ക് ചെയ്യുന്നു, സോറിയാസിസ് പോലത്തെ അസുഖങ്ങൾ. നമ്മുടെ തന്നെ പാൻക്രിയാസിനെ അറ്റാക്ക് ചെയ്യുന്നു, ഡയബറ്റീസ്. സോ ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. നമ്മുടെ തന്നെ പ്രതിരോധ ശേഷി നമുക്ക് തന്നെ എതിരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഈ വിശന്നിരിക്കുന്ന പോലീസുകാരെ കോളേജിലേക്ക് ഇറക്കി വിട്ട പോലെ വെറുതെ നിൽക്കുന്നതിനെ കണ്ടവനെയൊക്കെ അടിക്കാൻ തുടങ്ങും. അതിനെ ശരിയായ രീതിയിൽ ഒന്ന് മോഡുലേറ്റ് ചെയ്തെടുക്കാൻ നല്ലൊരു സാധനമാണ് എക്കിനീഷ്യ. ആ പോലീസുകാർക്ക് ശരിയായ രീതിയിലുള്ള ഭക്ഷണം കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അവർ നോക്കി കറക്റ്റായിട്ട് അതിന്റെ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് വേണ്ടവരെ മാത്രമേ അറ്റാക്ക് ചെയ്യൂ എന്ന് പറയുന്ന പോലെയാണ് എക്കിനീഷ്യ. എക്കിനീഷ്യ ആ ഒരു രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് റെഡിയാകും, വിശപ്പ് മാറിയ പോലീസുകാരെ പോലെ. സോ അതാണ് എക്കിനീഷ്യയുടെ ഗുണം അവിടെ. അത് പ്രത്യേക രീതിയിലാണ് കഴിക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ, യൂസ് ചെയ്യാൻ പോകുന്നവർ പ്രത്യേകം അറിഞ്ഞിട്ട് കഴിക്കുക. പക്ഷെ എക്കിനീഷ്യയുടെ അതൊക്കെ എക്സലന്റ് ആയിട്ടുള്ള എവിടെയോ കിടക്കുന്ന ചൈനയിൽ കിടക്കുന്ന എക്കിനീഷ്യ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതാണ് ന്യൂട്രിലൈറ്റ്. പ്രകൃതിയിലുള്ളത് മനുഷ്യനെ ഉപകരിക്കാവുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് കണ്ടെടുത്തതാണ്. പിന്നെ തുളസി, അവർ ഇന്ത്യയിൽ വന്നപ്പം ശാസ്ത്രീയമായിട്ട് കണ്ടെടുത്ത ഒരു സാധനമാണ് തുളസി. ഹെർബൽ റേഞ്ച് വരുന്ന അവരുടെ ന്യൂട്രിലൈറ്റ് തന്നെ ഹെർബൽ റേഞ്ച് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ വരുന്ന ഒരു എക്സലന്റ് പ്രോഡക്റ്റ് ആണ് തുളസി. ഏറ്റവും നല്ല തുളസി തന്നെ നമുക്ക് പലർക്കും നാട്ടുപുറത്തുള്ളവർക്ക് പലർക്കും അറിയാം. പല രീതിയിലുള്ള തുളസി ഉണ്ട്, രാമ തുളസി, കൃഷ്ണ തുളസി എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള തുളസി ഉണ്ട്. അതിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള തുളസിയുടെ കോമ്പൗണ്ടിനെ അവര് DNA മുഖാന്തരം കണ്ടെത്തിയിട്ട് അതാണ് അവര് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ റോ മെറ്റീരിയൽ പോലും അവർ സ്ക്രീൻ ചെയ്താണ് എടുക്കുന്നത്. ഒരു തുളസി ഗുളികയിൽ 100 തുളസി ഇലയുടെ ഗുണമുണ്ടെന്നുള്ളതാണ്. 100 തുളസി ഇലയുടെ എക്സ്ട്രാക്ട് കംപ്രസ് ചെയ്താണ് ഒരു തുളസി ഗുളിക. വേറൊരു ഇതാണ് വാസക മുല്ലത്തിസുരസ്. അത് ഇന്നത്തെ ഈ പറഞ്ഞ പാൻഡമിക് ഏറയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ്. കാര്യം വാസക മുല്ലത്തി ഏറ്റവും ഇത് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്ത് റെഡിയാക്കി നിർത്തുക എന്നുള്ളത്. നമ്മുടെ ശ്വാസകോശ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഏറ്റവും ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് നിലനിർത്തുക. ഒരു ഏറ്റവും വലിയ റെസ്പിറേറ്ററി ഹെൽത്ത് ഏറ്റവും ഇതായിട്ട് നിൽക്കണമെങ്കിൽ അകത്തുള്ള അഴുക്കുകളെ പുറത്തേക്ക് തള്ളണം. അതാണ് കഫമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിനെ ഏറ്റവും ആക്റ്റീവായിട്ട് നിർത്തുന്ന ഒരു ഇതാണ് ആടലോടകം, വാസക. സോ റെസ്പിറേറ്ററി ഹെൽത്തിനെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന ഇതാണ് വാസക. എന്തൊരു വൈറസ് എന്തൊരു ഇത് ചെന്നാലും അതിനെ ഉടനെ അറ്റാക്ക് ചെയ്ത് അതിനെ ഇനാക്റ്റീവ് ആക്കി പുറത്തേക്ക് തള്ളാൻ കഴിവുള്ള ഒരു അല്ലെ അതിനെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ റെഡിയാക്കി നിർത്തുന്ന ഒരു ഇതാണ് വാസക. സോ ഇറ്റ്സ് സപ്പോർട്ട്സ് റെസ്പിറേറ്ററി ഹെൽത്ത്. അതിന്റെ കൂടെ ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സും ഉണ്ട്. സോ ഇന്നത്തെ പാൻഡമിക്കില് വാസക മുല്ലത്തി വളരെ നല്ല ഗുണം ചെയ്യും. ആടലോടകം ഇന്ന് കഴിഞ്ഞ 2 ദിവസം മാതൃഭൂമിയില് ഇതിന്റെ ആടലോടകത്തിന്റെ റിസർച്ചിനെ പറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒരു എക്സലന്റ് പ്രോഡക്റ്റ് ആണ് ച്യവനപ്രാശം. ഞാൻ ബാക്കിയെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ എന്ന് പറയുന്ന കാര്യം, ച്യവനപ്രാശം ഓരോ കോശങ്ങളെ ഹെൽത്തി ആയിട്ട് നിർത്തും, പ്രതിരോധ ശേഷി ബെറ്റർ ആക്കും, ക്ഷീണത്തിനെ മറികടക്കും. സോ ച്യവനപ്രാശം ജനറൽ ആയിട്ടൊരു ഹെൽത്തിനും ഇമ്മ്യൂണിറ്റി ഹെൽത്തിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും, ഞാൻ വീണ്ടും ആ പോയിന്റിലേക്കാണ് വരുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യം നിങ്ങളുടെ സ്വന്തം കയ്യിലാണ്. അസുഖം വരുമ്പോൾ മാത്രമേ ഡോക്ടർമാരും ഇതും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അസുഖം വരാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടിയിരിക്കുകയാണ്.
നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ആദ്യം മനസ്സിലാക്കുക. 2, അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, 4 പില്ലേഴ്സ് അതിനെപ്പറ്റി മനസ്സിലാക്കുക. അത് ഓരോ പില്ലറും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ശരിയായ ചിന്താരീതി, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, ശരിയായ പോഷണം. ഈ 4 പില്ലേഴ്സും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കല്ല, ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. 4 പില്ലേഴ്സും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ ആ 4 പില്ലേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുക. ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക. എല്ലാവരും മാരത്തോൺ ഓടാൻ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാവട്ടെ നിങ്ങളുടെ ആരോഗ്യം. ഈ ഒരു പാൻഡമിക്കിനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മറികടക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബാക്ക് ടു ഹോസ്റ്റ്. മ്യൂട്ടാണ്. ജയദേവ് സാർ മ്യൂട്ടിലാണ്. ജയദേവ് സാർ ഓക്കെ സാർ, വളരെ താങ്ക്സ്. കാരണം ഇത് നമുക്ക് പെട്ടെന്നൊന്നും നിർത്താൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. പറഞ്ഞാലും തീരാത്ത അത്രയും പറയാനുള്ള വിഷയങ്ങളുണ്ട്. എന്തായാലും സാർ ഈ ഒരു വളരെ എന്താ പറയാ ബിസി ആയിരിക്കും. സാറിന് കണ്ടല്ലേ, നമ്മള് അതിന്റെ ഇടയിൽ കോൾ പോലും സാറിന് വന്നു. എന്തായാലും നമ്മളോട് സഹകരിച്ച സാറിന് വളരെ നന്ദി പറയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും. അതായത് നമ്മുടെ ഹെൽത്തി നോർമൽ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഹെൽത്തി സ്റ്റേജിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധ സംവിധാനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതൊക്കെ എങ്ങനെ ലഭിക്കുന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഈ സെഷൻ കാണാൻ വന്ന ആൾക്കാർ, ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മളൊക്കെ എന്റെയൊക്കെ മക്കള് എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനിച്ചതിന് ശേഷം ഇപ്പൊ എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് 3 വയസ്സായി. ഞാൻ ഇതുവരെ ഒരു ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടില്ല. ആകെ ജീവിതത്തിൽ കൺസൾട്ട് ചെയ്ത് അവള് ഒരു 3 മാസമായപ്പോ ഓവറായിട്ട് കരഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി മാത്രമേ. അതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ചില കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ, അതായത് ഇപ്പം സാറിന് തന്നെ അറിയായിരിക്കും, റൊട്ടീനായിട്ട് ബാലഗോപാൽ സാർക്ക് പീഡിയാട്രീഷ്യൻ ആണല്ലോ, ഒന്നരാടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. കുട്ടികൾക്ക് അസുഖം എന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഹെൽത്തിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതാണ്. ഇതൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. എന്റെ മക്കളൊക്കെ എപ്പോഴും ഒരു ഹെൽത്തി സ്റ്റേജിലാണ്. ഒരു അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യം, നമ്മളൊക്കെ എല്ലാവരും ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മള് അതുപോലെ കൂടുതൽ, അതായത് നമുക്കറിയാം ഈ റിസർച്ചുകൾ ഇപ്പോഴും ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ന്യൂട്രലൈറ്റ് കമ്പനിക്ക് തന്നെ ഇഷ്ടംപോലെ R&D ലാബുകളൊക്കെ ഉണ്ട്. പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പോഴും മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ലഭിക്കുന്നതിനെ പറ്റിയും ഇതിന്റെ ഹെൽത്ത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് അറിവുകൾ നമ്മുടെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള സെഷനുകൾ ഇനിയും ഉണ്ടാവും, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. അതുപോലെ നമ്മളെ ഇനിയുള്ള ഈ പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് നന്നായി ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു. താങ്ക് യു.